കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് അന്തിമ അഭിവാദ്യം അർപ്പിച്ച ആയിരങ്ങൾ. അല്പസമയത്തിനകം മേലപ്പുറത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ചൊക്ലി രാമവിലാസം സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് പൊതുദർശന വേദിയിൽ നിന്ന് പുഷ്പന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയത്. ചൊക്ലി രാമവിലാസം സ്കൂളിലെത്തി MV നികേഷ് കുമാർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാനിയോ മനോമിയാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. സാനിയോ, പുഷ്പൻ ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ അനുഗമിച്ചത്, പൊതുദർശനത്തിന് വേണ്ടി എത്തിയത്. തലശ്ശേരി ടൗൺ ഹാളിൽ ചൊക്ലി അദ്ദേഹം പഠിച്ചിട്ടുള്ള രാമവിലാസം സ്കൂളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഓർമ്മയായി പുഷ്പൻ മാറുകയാണ്. എപ്പോഴാണ് അവിടെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, പുഷ്പന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. 5:30 കൂടിയായിരിക്കും പ്രത്യേകം വീടിന് താഴെ, അല്പം താഴെയായി ഒരു പറമ്പിൽ ഒരുക്കിയ ചിതയിലേക്ക് പുഷ്പന്റെ ശരീരം എടുക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ സാധാരണമല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പോരാട്ടം നടത്തി. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 30 വർഷമായി മരിച്ചതിന് സമാനമായി കട്ടിലിൽ കിടക്കുന്ന ജീവൻ മാത്രമുണ്ടായിരുന്ന പുഷ്പൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ വിട പറഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 94 നവംബറിലെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പുഷ്പനൊപ്പം മറ്റ് 5 പേർക്കും കൂടി വെടിയേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ 5 പേരും മരണത്തിന് കീഴടങ്ങിയപ്പോഴും പുഷ്പൻ എന്ന രക്ത ഇതിഹാസം മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമായിരുന്നു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും പുഷ്പൻ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 30 വർഷം ജീവിക്കുക തന്നെയായിരുന്നു. ഒരു തരത്തിൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും നിരാശ എന്ന് പറയുന്നൊരു വാക്ക് പുഷ്പൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പുഷ്പന് അസുഖം തുടക്കം മുതൽ തന്നെ പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നു. വയർ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് 2 മാസം മുൻപ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. അസുഖം കൂടി കഴിഞ്ഞ ദിവസം മരിക്കുകയായിരുന്നു. ഇന്നലെ 7 മണി മുതൽ കോഴിക്കോട് യൂത്ത് സെൻ്ററിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചിതയ്ക്ക് സമീപത്തേക്ക് EP ജയരാജൻ, P ശശി തുടങ്ങിയ നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. മറ്റ് CPIM സംസ്ഥാന സമിതി നേതാക്കന്മാരും DYFI സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ചിതയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുമുണ്ട്. ഇന്ന് രാവിലെ മൃതദേഹം വിലാപയാത്രയായി കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിക്കുമ്പോൾ നൂറുകണക്കിന് ബൈക്ക് യാത്രക്കാരും ബൈക്കിലും കാറിലുമായി നൂറുകണക്കിന് ആളുകളാണ് പുഷ്പൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്ന സാഹചര്യമുണ്ടായത്. ശേഷം ടൗൺ ഹാളിലും അതിനുശേഷം കൂത്തുപറമ്പിലുമാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത്. കൂത്തുപറമ്പിൽ രക്തസാക്ഷികളായ 5 പേരുടെ മണ്ഡപത്തിന് സമീപം തന്നെ പുഷ്പൻ്റെയും മൃതദേഹം വെച്ചപ്പോൾ വളരെയധികം വികാരനിർഭരമായ കാഴ്ചകൾക്ക് ആ വേദി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കാരണം തനിക്കൊപ്പം വെടിയേറ്റവർ 30 വർഷം മുൻപ് മരിച്ചു പോകുന്നൊരു സാഹചര്യം, അതിനുശേഷം 30 വർഷം പോരാട്ടത്തിൻ്റെ പ്രതീകമായി ജീവിക്കുകയും അതിനുശേഷം മരിക്കുകയും ചെയ്ത പുഷ്പനെ അവിടേക്ക് എത്തിക്കുമ്പോഴുണ്ടാകുന്ന വൈകാരികമായ മുഹൂർത്തങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ശേഷമാണ് പുഷ്പൻ പഠിച്ച സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയും ആയിരക്കണക്കിന് ആളുകളാണ് പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നത്. ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചിതയിലേക്ക് മൃതദേഹം എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാനിയോ, അവിടെ ഒരു ഓർമ്മയായി പുഷ്പൻ മാറുകയാണ്. ആ ചിതയിലേക്ക് അല്പസമയത്തിനോടകം തന്നെ മൃതദേഹം എത്തിക്കുകയും ചെയ്യും. നോക്കൂ, സാനി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരല്ലാത്ത ആളുകൾ ഉൾപ്പെടെ പുഷ്പൻ്റെ കഥ കേട്ട് പഠിച്ചു വന്ന നിരവധി ആളുകൾ, പുഷ്പനെ കണ്ടറിഞ്ഞവർ, മനസ്സിലാക്കിയവർ, അടുത്തറിഞ്ഞവരെല്ലാം തന്നെ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവുമായി ആംബുലൻസിലേക്ക് അവസാനമായി അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തത്. അവിടെ എത്രത്തോളം ആളുകളുടെ തിരക്കുണ്ട്? ഇപ്പോഴും ആളുകൾ അവിടേക്ക് ഒഴുകി എത്തുകയാണോ ചൊക്ലി മേലപ്പുറത്തെ വീട്ടിലേക്ക്? സാനിയോ,
അതെ ബിനിൽ, മേനപ്പുറത്തെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്താണ് ചിതയൊരുക്കിയിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വീട്ടിലും ചിതയൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കും നേരത്തെ പൊതുദർശനമുണ്ടായിരുന്ന സ്കൂളിലേക്കുമൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുഷ്പൻ്റെ മൃതശരീരത്തെ ഏറ്റുവാങ്ങാനായി കാത്തിരിക്കുകയാണ്. അതായത് ഞങ്ങളിലൂടെ ജീവിക്കും, ഈ 30 വർഷവും ഞങ്ങളിലൂടെ എങ്ങനെ ജീവിച്ചോ അതുപോലെയും ഭാവിയിലും ജീവിക്കും, നിങ്ങൾക്ക് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും പുഷ്പനെ വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. അതായത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമായ ആളുകൾ വരെയുണ്ട്. 24ാമത്തെ വയസ്സിൽ പുഷ്പൻ വെടിയേറ്റ് വീഴുമ്പോൾ ഇന്നുണ്ടായിരുന്ന യുവജനങ്ങളിൽ പലർക്കും അന്ന് കുഞ്ഞു പ്രായം പോലും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ട കഥകളിൽ നിന്ന് പുഷ്പൻ എന്ന് പറയുന്ന ഇതിഹാസം വളരുകയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ആ മനസ്സിൽ വളർന്ന ഇതിഹാസത്തെ ആയിരക്കണക്കിന് ആളുകൾ പലപ്പോഴായി പുഷ്പൻ്റെ വീട്ടിലും എത്താറുണ്ടായിരുന്നു. പലരുടെയും ഫോട്ടോസൊക്കെ നമ്മൾ കാണുമ്പോൾ പുഷ്പൻ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യനായി എല്ലാവരെയും സ്വീകരിക്കുകയും വളരെ ആവേശഭരിതനായി ഈ പാർട്ടിക്ക്, DYFI പ്രവർത്തകർക്ക്, CPMനെല്ലാം ആവേശം പകരുന്ന തരത്തിലായിരുന്നു പുഷ്പൻ്റെ ജീവിതം തന്നെ. ഏതായാലും ആ ജീവിതത്തിനാണ് ഇപ്പോൾ ഒരു അന്ത്യമുണ്ടായിരിക്കുന്നത്. പക്ഷേ സഖാക്കളുടെ മുദ്രാവാക്യം ശ്രദ്ധേയമാണ്. നിങ്ങൾ മരിക്കുകയില്ല, ഞങ്ങളിലൂടെ ജീവിക്കുമെന്നും ആർത്തലച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ് ഓരോരുത്തരും. കുഞ്ഞു കുട്ടികൾ മുതൽ ഈ സംസ്കാരം കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലർക്കും പുഷ്പൻ കേട്ട കഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം ഒരു നിമിഷം കാണാനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും പൊതുദർശനത്തിനും ഒക്കെ പലയിടങ്ങളിലായി എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൃദയഭേദകമായ അല്ലെങ്കിൽ വൈകാരികമായ കാഴ്ച എന്ന് പറയുന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തേക്ക് പുഷ്പനെ എത്തിച്ചപ്പോഴുള്ളതായിരുന്നു. തനിക്കൊപ്പം വെടിയേറ്റ 5 പേർ, ആ സമയം തന്നെ മരിച്ചു വീണ 5 പേർ, അവർ ആയിരിക്കും സ്വാഭാവികമായും കഴിഞ്ഞ 30 കൊല്ലവും പുഷ്പൻ്റെ മനസ്സിൽ തിളങ്ങുന്ന കനൽ പോലെ ഉണ്ടായിട്ടുണ്ടാവുക. അവരുടെ കൂടെ അവസാനം രക്തസാക്ഷിയായി പുഷ്പനും യാത്രയാവുമ്പോൾ അവിടേക്ക് പുഷ്പൻ്റെ മൃതശരീരം കൊണ്ടുവരുന്ന ആ കാഴ്ച അങ്ങേയറ്റം വൈകാരികം തന്നെയായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാവത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് പുഷ്പൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുകയും പൊതുദർശനം നടക്കുന്ന സ്കൂളിൻ്റെ ഹാളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ശേഷം സ്കൂൾ ഹാളിൽ നിന്ന് ആംബുലൻസിലേക്ക് മൃതശരീരം കയറ്റുമ്പോഴും MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ DYFI